എൻ്റെ പേര് ആൽഡ്രിൻ. ഞാൻ വരുന്നത് മാനശ്ശേരി സെൻറ്റ് മൈക്കിൾസ് ഇടവാംഗമാണ്. ഇതെൻ്റെ അമ്മയാണ്. പേര് മേരി ഏഞ്ചൽ. അമ്മയും എനിക്ക് വേണ്ടി ഞാനും അമ്മയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ജർമ്മൻ ഭാഷാ പഠനത്തിന് വേണ്ടിയാണ് ഉടമ്പടി നിയോഗം വെച്ചിരുന്നത്. B1 ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ B1 പരീക്ഷ എഴുതിയായിരുന്നു. പക്ഷേ എനിക്കത് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. എന്നിട്ടും ഞാൻ B1 എക്സാം അപ്പം തന്നെ 2-3 ദിവസം കഴിഞ്ഞ് എഴുതിയായിരുന്നു. പക്ഷേ എനിക്ക് അതും പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ പിന്നീട് സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടിയിൽ ജീവിക്കുന്നതെന്ന്. ഞാൻ ദിവസേന കുർബാന കൂടുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ബാക്കിയുള്ള പ്രവേശന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു പോന്നു. പിന്നീട് ഞാൻ B1 ഉപേക്ഷിച്ചു B2 പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ B2 പഠിച്ചു. അങ്ങനെ B2വിൻ്റെ ക്ലാസ് കഴിയാറായപ്പോൾ ഞാൻ എക്സാം സ്ലോട്ട് എടുക്കാൻ ശ്രമിച്ചു. അന്നൊക്കെ എക്സാം സ്ലോട്ട് കിട്ടുന്നത് ഭയങ്കര പ്രയാസമേറിയ കാര്യമായിരുന്നു. എന്നിരുന്നാലും എനിക്ക് ആ മാസം തന്നെ 4 മൊഡ്യൂൾ എഴുതാൻ ഉള്ള കൃപ നൽകി അനുഗ്രഹിച്ചു. ഞാൻ ആദ്യം പുതുക്കാൻ വന്നപ്പോൾ 17 എന്നൊരു നമ്പർ എഴുതി പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് 17-ാം തീയതി കൊൽക്കത്തയിൽ എക്സാം എഴുതാനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ കൊൽക്കത്തയിൽ എക്സാം എഴുതാൻ പോയി. അവിടെ കൊൽക്കത്തയിൽ എക്സാം എഴുതാൻ വരുമ്പോൾ ഒരു കോൺവെൻറ്റിലാണ് മിക്ക സ്റ്റുഡൻസും അവിടെ താമസിക്കുന്നത്. അങ്ങനെ എൻ്റെ മുറിയിൽ 4-5 പേരുണ്ടായിരുന്നു. അക്രൈസ്തവരും ഒരു ഉടമ്പടി എടുത്ത ഒരു ആളും എൻ്റെ റൂമിലുണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുകയും അക്രൈസ്തവരോടും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. എക്സാമിൻ്റെ ദിവസം രാവിലെ ഞങ്ങൾ പ്രത്യക്ഷണ പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലുകയും തൈലം പൂശി അവർക്ക് ഞങ്ങൾ കുരിശ് വരച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി 4 ദിവസം കൊണ്ട് റിസൾട്ട് വന്നു. ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നവർ എല്ലാവരും പാസ്സായി. എനിക്ക് അന്ന് എഴുതിയ 4 മൊഡ്യൂൾ എഴുതിയ 3 മൊഡ്യൂൾ ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അന്നൊക്കെ ഭയങ്കര തട്ടിപ്പുകളും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഏജൻസിയെ സമീപിക്കാൻ പേടിയായിരുന്നു. പക്ഷേ പരിചയമുള്ളൊരു ജർമ്മനിലുള്ള ഒരാൾ വഴി ഞങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. എത്ര ട്രൈ ചെയ്തിട്ടും ഒരു ഹോസ്പിറ്റലുകാരും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ റൈറ്റിംഗ് മൊഡ്യൂളും അതിൻ്റെ ഇടയിൽ എഴുതിയായിരുന്നു. പക്ഷേ എനിക്ക് അതും പാസ്സാകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചു. മാതാവിൻ്റെ കൃപ എന്നിലൂടെ നടപ്പാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഏജൻസിയിൽ നിന്ന് എനിക്കൊരു കോൾ വരികയും B2 മുഴുവൻ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പുതുക്കൽ സമയമായി. ഞാൻ എൻ്റെ നിയോഗത്തിൽ ഇത് എഴുതിയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പങ്കെടുക്കാൻ കഴിയണമെന്ന് ഞാൻ എഴുതിയായിരുന്നു. ഞാൻ പുതുക്കി കഴിഞ്ഞ് തിരിച്ച് ബസ്സിന് പോകുന്ന സമയത്ത് എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വരികയും B2 3 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുകയും ചെയ്തു. എന്നിരുന്നാലും ഡിസംബറിനത്തേക്കുള്ളിൽ ആ ലാസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂ ഓൺലൈനിൽ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് ജർമ്മൻസ് ഡയറക്റ്റ് വരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അന്ന് 100 പേര് പങ്കെടുത്തു. അതിൽ 24 പേരിൽ ഞാൻ ഒരാളാവുകയും ചെയ്തു. എനിക്ക് ജർമ്മനിയിൽ ഒരു ഏജൻറ്റ് ഫീയും ഒരു പ്രോസസ്സിംഗ് ഫീയും ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ ഒരു കോസ്റ്റുമിലാണ് എനിക്ക് ജർമ്മനിയിൽ പോകാൻ സാധിച്ചു. പിന്നീട് ഞാൻ എൻ്റെ അവസാന മൊഡ്യൂൾ എഴുതാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ഡൽഹിയിൽ ഒരു സ്ലോട്ട് കിട്ടി. പക്ഷേ അന്ന് ആ സ്ലോട്ട് കിട്ടിയ ദിവസം അഖണ്ഡ ജപമാലയുടെ ദിവസമായിരുന്നു. എനിക്ക് എങ്ങനെ അവിടെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിന് സാധിക്കില്ലല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ അഖണ്ഡ ജപമാലയുടെ ഒരാഴ്ച മുൻപ് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയും ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതി. എനിക്ക് അങ്ങനെ ഡൽഹിയിൽ നിന്നും പാസ്സാകാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനിവിടെ VFS ഡോക്യുമെൻറ്റേഷന് വേണ്ടി അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്നായിരുന്നു. എപ്പോഴും കൃപാസനത്തിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുമായിരുന്നു. പക്ഷേ അന്ന് എനിക്കങ്ങനെ ഒന്നും ലഭിച്ചതായിട്ടൊന്നും കണ്ടില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ ഡൽഹി റിസൾട്ട് വന്നപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമെന്ന് ആ സെയിം ദിവസമായിരുന്നു എൻ്റെ റിസൾട്ട് വന്നിരുന്നത്. പക്ഷേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് ആ റിസൾട്ട് എനിക്ക് ഡിസംബർ 19 വിസ കിട്ടുകയും
ഞാൻ ഈ വരുന്ന മാർച്ച് 4 ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹം നൽകിയ ദൈവമാതാവിന് ഈശംശയ്ക്കും 1000 നന്ദി. വിശുദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ കൽക്കത്തയിൽ എഴുതിയ 17-ാം തീയതി എന്ന് പറഞ്ഞ് എഴുതി പ്രാർത്ഥിച്ചായിരുന്നു. അത് പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ 17 കെട്ട് പത്രം ഒറ്റയടിക്കെടുത്ത് കൊടുത്തായിരുന്നു. ക്രൈസ്തവ മേഖലയിലും എല്ലാ സ്ഥലത്തും ഞാൻ വണ്ടിയിലും നടന്നും വിതരണം ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അത് കഴിഞ്ഞ് ഭക്ഷണം പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പോയായിരുന്നു. പിന്നീട് അഗതി മന്ദിരങ്ങളിലും എൻ്റെ സന്തോഷവേളകളിൽ, അതായത് ഞാൻ എൻ്റെ ബർത്ത്ഡേ വരെ അവരോടൊപ്പമായിരുന്നു ആഘോഷിച്ചിരുന്നത്. പിന്നീട് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്തായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. ആൾഡ്രിൻ എന്ന ഈ മകൻ അമ്മയോടൊപ്പം വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ജർമ്മനിയിലേക്ക് പോകാനായി ഒരുങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ യാതൊരു യോഗ്യതകളും 2 പ്രാവശ്യം ഈ മകൻ തോറ്റുപോയതാണ്. അവിടെ നിന്ന് തോൽവി പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഒരു ജയത്തിലേക്ക് തന്നെ നയിക്കാനാവൂ എന്ന് മനസ്സിലായപ്പോൾ പിറ്റേ ദിവസം തന്നെ റിസൾട്ട് അറിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ഈ മകന് അത് എങ്ങനെ ചെയ്യണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയാതെ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഉടമ്പടി എന്താണെന്ന് മനസ്സിലായത്. ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതൊരു നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത വിധം ആഴമായ സ്നേഹത്തിൻ്റെയും അനന്തമായ പരിപാലനയുടെയും വലിയ ഒരു ആഴക്കടലാണ് ഉടമ്പടിയാണെന്ന് നമുക്ക് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഉടമ്പടിയിലൂടെ ജീവിച്ച് നീങ്ങുന്നവർ അത് നിത്യതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയ പ്രയാണത്തിലേക്ക് നീങ്ങുമ്പോൾ രാജ്യവും നീതിയും, ഈശോയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു മഹാത്ഭുതമാണ് ഇവിടെ ആൾഡ്രിനേറ്റ് പറയുന്നത്. തൻ്റെ സാധ്യതകൾക്ക് വേണ്ടി മകൻ ചെയ്ത ഒരൊറ്റ കാര്യം ഇതാണ്: പ്രേക്ഷിത പ്രവർത്തനം വളരെ ശക്തമാക്കി എന്നാണ് ഈ മകൻ പറഞ്ഞത്. കൽക്കട്ടയിലേക്ക് ഇൻ്റർവ്യൂവിനായി പോയപ്പോൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, 17. അതിനുവേണ്ടി ഒരു ആസ്തി സമ്പാദിച്ചത് 17 കെട്ട് കൃപാസന പത്രവുമായിട്ടും ഈ മകൻ ഇവിടെ നിന്ന് പോവുകയും അതെല്ലാം വിതരണം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും, മകനറിയാം ഒരുപാട് മക്കൾ ഇന്ന് OET പാസ്സാകാതെ വിസ ലഭിക്കാതെ ഒരുപാട് പേർ സങ്കടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മകൻ പത്രം വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. തത്ഫലമായി ഈ മകന് വളരെ പെട്ടെന്നായിരുന്നു മകൻ്റെ വിസ ഫ്രീ, ടിക്കറ്റും വിസയും ഫ്രീ ആയിട്ടാണ് ഏജൻസി ഈ മകന് നൽകിയത്. അവിടെ നിന്നുള്ള വിളി തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഈ മകന്. നമുക്കൊന്നു മാത്രമേ ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ: ഉടമ്പടി നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുക. മോശയോട് പറഞ്ഞതുപോലെ, ഞാൻ നിൻ്റെ മുഖത്തു നോക്കി നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞു തരും. അതിനാൽ തന്നെ നമുക്കൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും വെള്ളം വീഞ്ഞാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തെ എപ്പോഴും കളറുള്ളതാക്കും, നമ്മുടെ ജീവിതത്തെ എപ്പോഴും രുചിയുള്ളതാക്കും. അതിനുവേണ്ടി ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ: ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുക, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ മകൻ പറയുകയുണ്ടായി, ഞാൻ എപ്പോഴെല്ലാം കൃപാസനത്തിൽ വന്നോ അപ്പോഴെല്ലാം ഞാൻ ഏതെങ്കിലും ഒരു അനുഗ്രഹമായിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോവുക. ഒരു അനുഗ്രഹമാകാനായിട്ടാണ് അബ്രാഹത്തെ ദൈവം വിളിച്ചത്. ഞാൻ നിന്നെ ഒരു അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ജനസിസ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന മക്കൾ, കൃപാസനത്തിലേക്ക് വരുന്നവരെല്ലാം തന്നെ ഒരു അനുഗ്രഹമായിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൾഡറിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കൈയ്യടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.